കൂടുതൽ ടൈം എടുക്കാറുണ്ട്. കാരണം ഐ ഷാഡോ അത്രയ്ക്ക് ബ്ലെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഐ മേക്കപ്പിൻ്റെ ഭംഗി നമുക്കൊരു ഫ്ലോലെസ് ഒക്കെ ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ കുറച്ചും കൂടി ടൈം എടുത്ത് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ചെയ്യുന്നത് കുറച്ചും കൂടി ഡാർക്ക് കളറ് പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് ഐലിഡിൻ്റെ ഈ പീലി വരുന്ന ആ ഒരു ഭാഗത്തായിട്ട് മാത്രം കൊടുക്കുകയാണ്. പിന്നെ അത് പതുക്കെ സ്മഡ്ജ് ചെയ്ത് കണ്ണിൻ്റെ മുകളിലേക്കും കണ്ണിൻ്റെ കോർണറിലേക്കും ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ണിൻ്റെ സെൻറ്റർ പോർഷൻ, അതായത് ഐലിഡിൻ്റെ സെൻറ്റർ പോർഷൻ ഞാൻ ഒരുപാട് കളർ ആവാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ഡാർക്ക് കളർ ഒരുപാട് വരാത്ത രീതിയിൽ. കാരണം എനിക്ക് അവിടെ ലൈറ്റ് കളർ അല്ലെങ്കിൽ ഗോൾഡൻ കളർ ഓഫ് ഷിമ്മർ പിന്നീട് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. സോ ഞാൻ ആ ഒരു ഭാഗം അങ്ങനെ തന്നെ നിർത്തി. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ആ റൂമിലത്തെ നോർമൽ ലൈറ്റിൽ എടുക്കുന്ന വീഡിയോ ആണ്. കാരണം കണ്ണിൽ ലെൻസ് വെച്ചിട്ടുള്ളത് പവർ ലെൻസാണ്. നമുക്ക് ഒരുപാട് കണ്ണിൻ്റെ അകത്തേക്ക് ലൈറ്റ് അടിക്കുന്ന രീതിയിൽ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ റിംഗ് ലൈറ്റ് ഓൺ ചെയ്ത് വെച്ചാൽ ആൾക്കത് ബുദ്ധിമുട്ടാകും എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആളുടെ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു റിംഗ് ലൈറ്റ് അവിടെ ഒഴിവാക്കിയതാണ്. പിന്നീട് ഞാൻ ഐസൊന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഐലൈൻ ചെയ്തിട്ടുള്ളത് ഇൻഗ്ലോട്ടിൻ്റെ ഐ ജെൽ യൂസ് ചെയ്തിട്ടാണ്. പിന്നെ ഷിമ്മേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫോണിലത്തെ ലൈറ്റ് തെളിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഫേസ് മേക്കപ്പ് ചെയ്യാനായിട്ടുണ്ട്. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മാക്കിൻ്റെ കൺസീലർ പാലറ്റാണ് കേട്ടോ. അപ്പോൾ